Hi everyone, ഞാൻ കസാക്ക് ബെഞ്ചാലി. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ തലച്ചോറിൻ്റെ പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർമ്മകളെയും പഠിക്കാനുള്ള ഫോക്കസും തലച്ചോറിൻ്റെ പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ട്, ചീത്ത സ്വപ്നങ്ങൾ കാണാറുണ്ട്. വളരെ സന്തോഷം നൽകുന്ന പല സ്വപ്നങ്ങളും നമ്മൾ ഓരോ ദിവസം കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് ഓർക്കാറില്ല. അല്ലെങ്കിൽ അത് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതങ്ങ് മറന്നുപോകും. നിങ്ങൾ സ്വപ്നം കാണുന്ന ആളാണെങ്കിൽ ശുഭകരമായിട്ടുള്ള സന്തോഷം തരുന്ന സ്വപ്നമാണ് തലേ ദിവസം രാത്രി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്വപ്നം എന്താണ് കണ്ടതെന്ന് ഓർത്തെടുക്കുക. അതിനെ നിങ്ങൾ സ്വപ്നം കണ്ട സ്വപ്നത്തെ കൂടുതൽ കളർഫുള്ളായിട്ട് നിങ്ങൾ കോൺഷ്യസ് അവയർനെസ്സിൽ ഇരുന്നുകൊണ്ട് ഓർത്ത് എടുത്ത് ശീലിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്ന വലിയൊരു എക്സസൈസായിട്ട് ബ്രെയിൻ എക്സ്പേർട്ടുകളെല്ലാം സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, വളരെ പെട്ടെന്ന് ആണ് ഈ എക്സസൈസുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോകുന്നത്. രണ്ടാമത്തെ, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ ബെഡ് റെഡിയാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബെഡ്, നിങ്ങളുടെ പുതപ്പ്, നിങ്ങളുടെ ബെഡ്ഷീറ്റ്, നിങ്ങളുടെ വിരികളെല്ലാം ക്ലിയർ ആക്കിയിട്ട് തലേണെല്ലാം കറക്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ആ ബെഡ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ എക്സസൈസ്. ഇത് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലീൻ ആൻഡ് നീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഡിസിപ്ലിൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഓർഗനൈസിങ് ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എപ്പോഴും വൃത്തിയുള്ള പരിസരങ്ങളും ക്ലീൻ ആയിരിക്കുന്ന നീറ്റായിരിക്കുന്ന പരിസരമാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു കമാൻഡാണ് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഹാബിറ്റ് സൃഷ്ടിക്കാനും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലും എല്ലാം വൃത്തിയും നീറ്റുമായിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഇത് വളരെ വലിയ തോതിൽ സഹായിക്കുമെന്നുള്ളതാണ് എക്സ്പേർട്സുകളെല്ലാം പറയുന്നത്. അതോടെ തന്നെ മൂന്നാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നന്നായിട്ട് യൂസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വലത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇടത് കൈകൊണ്ടോ ഏതാണ് അവർക്ക് കൂടുതൽ പവർ കിട്ടുന്നത് ആ കൈകൊണ്ടാണ് ചെയ്യുക. എന്നാൽ ഇവിടെ നിങ്ങൾ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ പവർ കൂട്ടാനുള്ള ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാൻഡ് ഉപയോഗിക്കാതെ നിങ്ങളുടെ വീക്കറായിട്ടുള്ള ഏറ്റവും ശക്തി കുറഞ്ഞ കൈ കൊണ്ട് നിങ്ങളുടെ ബ്രഷ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. അത് ഓപ്പോസിറ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശക്തി കുറഞ്ഞ ഭാഗത്തേക്ക് കൂടി കൂടുതൽ പവർ തരികയും അതിലേക്ക് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അത് സഹായകരമാകും എന്നുള്ളതാണ് ബ്രെയിൻ എക്സ്പേർട്സ് സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസാണ്, രാവിലെ എണീറ്റ ഉടനെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി വളരെ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാകും. ഒരുപാട് സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വെള്ളം ധാരാളം ആവശ്യം വരും. അതുപോലെ തന്നെ ബ്രെയിനിനും വെള്ളം ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് ബ്രഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുക. അത് ഏറ്റവും നല്ല ഒരു ലൈറ്റായിട്ട് വാമായിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ശരീരത്തിന് വളരെ ഊർജ്ജം പ്രദാനം ചെയ്യുകയും നിങ്ങളുടെ സ്റ്റൊമക്കെല്ലാം ക്ലീൻ ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ലൈറ്റായിട്ട് വാമായിട്ടുള്ള വെള്ളം, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു എക്സസൈസാണ് നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിന് വെള്ളം വേണം, ഫുഡ് വേണം എന്നതോടൊപ്പം തന്നെ ശരീരത്തിനും ബ്രെയിനിനും തലച്ചോറിനുമെല്ലാം ധാരാളം ഓക്സിജൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് ധാരാളം കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പിടിച്ച് സാവധാനം ശ്വാസം പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത് നമ്മൾ ധാരാളം ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുകയും അത് നമ്മുടെ ശരീരത്തിലേക്കും എല്ലാ കോശങ്ങളിലേക്കും ഈവൻ ബ്രെയിനിലേക്കടക്കം ഈ ഓക്സിജൻ എത്തുന്നതിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് സാവധാനം റിലീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് വലിയ തോതിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കും, നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി കൂട്ടുന്നതിനും അത് സഹായകരമാകും.
ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി പ്ലാനുകൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ലാനുകൾ ഒരു പുസ്തകത്തിൽ ഒരു ഡെയിലി ജേണൽ എഴുതി വെച്ചതിന് ഒരു കീപ്പ് ചെയ്യുകയും ആ ഡെയിലി ജേണലിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളായിട്ട് എഴുതി വെക്കുകയും ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളുടെ പ്രവർത്തനത്തെയും മനസ്സിൻ്റെ പ്രവർത്തനത്തെയും ഒരു എഴുത്തിലൂടെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ശക്തി കൂടുന്നതോടൊപ്പം തന്നെ ബ്രെയിൻ പവറും നമ്മുടെ മൈൻഡിൻ്റെ പവറും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ആക്കി നിർത്താനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ ഒരുപാട് പഠനം നടത്തിയിരിക്കുന്ന എക്സ്പേർട്സുകൾ പറയുന്നൊരു കാര്യം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസാണ്. നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ്, എയ്റോബിക് എക്സസൈസ് ഒരു 5 മിനിറ്റെങ്കിലും നല്ല രീതിയിൽ തന്നെ ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. കാരണം നല്ല ബ്ലഡ് സർക്കുലേഷനുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ബ്രെയിനിന് അത്യാവശ്യമാണ്. കാരണം തലച്ചോറിലേക്ക് അടക്കം നമ്മുടെ രക്തത്തിൻ്റെ സാന്നിധ്യത്തെയും രക്തത്തിൻ്റെ സർക്കുലേഷനും ഉറപ്പുവരുത്തുന്നത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ നല്ല രീതിയിൽ എയറോബിക് എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾ എനർജൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് ബ്രെയിനിനെ കൂടെ സഹായിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ കൂടുതലായിട്ട് പ്രവർത്തനക്ഷമമാകുകയും കൂടുതൽ പവർഫുള്ളാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്സസൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം 5 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂർ നിങ്ങൾക്ക് എത്ര സമയമാണോ കഴിയുന്നത് അത്രയും സമയം എയറോബിക് എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ്ജം, ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഉറപ്പുവരുത്തി നല്ല ആരോഗ്യക്ഷമതയുള്ള ഹൃദയത്തെയും അതിലൂടെ തലച്ചോറിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ പറയുന്ന ബ്രെയിൻ ശക്തി കൂട്ടാനുള്ള മറ്റൊരു എക്സസൈസാണ്, മറ്റൊരു ഹാബിറ്റാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഹാബിറ്റാണ് ബ്രെയിൻ ഫുഡുകൾ. അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുന്ന ധാരാളം തരത്തിലുള്ള ഫുഡുകൾ. അതിൽ ബെറീസിന് വളരെ പ്രാധാന്യം. എല്ലാ തരത്തിലുള്ള ബെറീസും, ബ്ലൂബെറീസും റസ്ബെറീസും എല്ലാം നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. വാൽനട്ട്സ്, ഔക്കാഡോ, അതുപോലെ തന്നെ ബദാം, ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിർത്തുന്ന, ബ്രെയിനിന് കൂടുതൽ വേണ്ട ഫുഡുകളെല്ലാം കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് നിങ്ങൾ കഴിക്കുന്നത് വഴി നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുക തന്നെ ചെയ്യും. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയാണ്. ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടി ചിലവഴിക്കുക. വായിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാക്കുകയും നമ്മുടെ മൈൻഡിൻ്റെ പ്രവർത്തനം പലതരത്തിലുള്ള ഇമേജുകളിലൂടെ, വിഷ്വലൈസേഷനിലൂടെ നമ്മുടെ മൈൻഡ് കൂടുതൽ ഫോക്കസ്ഡ് ആകുകയും ചെയ്യും. അതായത് സാധാരണ ഒരു മനുഷ്യൻ മിനിമം ഒരു 1-2 പുസ്തകങ്ങളാണ്. സാധാരണ സക്സസ് ഫോക്കസ് ചെയ്യുന്നൊരു മനുഷ്യൻ വർഷത്തിൽ 2-3 പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ് ആവറേജ് കണക്കെങ്കിൽ. ഒരു CEO അല്ലെങ്കിൽ ഒരു വലിയ ബില്യനേഴ്സ് ആയിട്ടുള്ള വലിയ ബിസിനസ് മാൻ കാറ്റഗറിയിലുള്ള ആളുകൾ, CEOs ഒരു മാസത്തിൽ 4-5 പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ധാരാളം നല്ല വായനകൾ, നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന വായനകൾ നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ ബ്രെയിനിനെയും കൂടുതൽ ശക്തമാക്കുകയും ഓർമ്മകളെയും നിങ്ങളുടെ പഠിക്കാനുള്ള ടെൻഡൻസികളെയും ഫോക്കസിനെയും ഒക്കെ കൂടുതൽ കൊണ്ടുതരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ എക്സസൈസുകൾ നിങ്ങൾ പാലിക്കുന്ന പക്ഷം നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവർ കൂട്ടാൻ ഇത് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞാൻ പരീക്ഷിച്ച് നോക്കിയതും അതോടൊപ്പം തന്നെ ഒരുപാട് എക്സ്പേർട്സുകൾ അവരുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ പരീക്ഷിച്ചത്. എൻ്റെ ലൈഫിലും ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വളരെ വിജയകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു.